റിട്ടയർഡ് എസ് പി കെ എം ഷാക്കിറിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. റിട്ടയർഡ് എസ് പി കെ എം ആന്റണിയിലേക്ക് പോകുകയാണ്. ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ അനുസരിച്ച് 2022 തുടങ്ങിയ ഒരു വ്യായാമ കൂട്ടായ്മ, ഇത് ചെറിയൊരു യൂണിറ്റായി തുടങ്ങിയതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1000-ലധികം യൂണിറ്റുകളായി ഇത് പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്. ഈ മലബാറിലെ എല്ലാ ജില്ലകളിലും ഇത് വളരെ വ്യാപകമാണ്. GCC നാഷൻസിൽ സജീവമാണ്. അപ്പോൾ ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ, ഒരു സംഘടിതമായ ശ്രമമില്ലാതെ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കാൻ കഴിയുമോ? അങ്ങയുടെ പോലീസ് ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ 2 വർഷം മുൻപോട്ട് പോകും. 2022 സെപ്റ്റംബറിലാണ് PFI എന്ന സംഘടനയെ തീവ്രവാദ സംഘടന എന്നുള്ള രീതിയിൽ PFIയും അതുപോലെ തന്നെ അതിന് അനുബന്ധ സംഘടനകളായ 8 സംഘടനകൾ സെൻട്രൽ ഗവൺമെന്റ് നിരോധിച്ചു. അതിനുശേഷം PFIയുടെ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അധികമായി കാണാൻ സാധിച്ചിട്ടില്ല. കാരണം PFI എന്ന സംഘടനയെ നിരോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനയെ നിരോധിക്കുമ്പോൾ, അത് ചില ആശയങ്ങളുടെ പേരിൽ ഫോം ചെയ്ത രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും അത് നിരോധിക്കുന്നതോടുകൂടി പൂർണ്ണമായി അവസാനിക്കുമെന്ന് കരുതുന്നത് തന്നെയാണ്. നിരോധിച്ചു കഴിഞ്ഞു, പക്ഷെ അതൊരു ആശയമാണ്. ആ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ, അതിന് മുമ്പ് ഉണ്ടായിരുന്നവർ വീണ്ടും ഇവിടെ തന്നെയുണ്ട്. അത് നിയമം കൊണ്ട് അവരുടെ മനസ്സിലുള്ള ആശയത്തെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ അത് കുറച്ച് സൈലന്റ് ആയി, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ അതുമായി തീവ്രവാദ മനസ്ഥിതിയുള്ള ആളുകൾ കുറച്ചു കാലത്തേക്ക് സൈലന്റ് ആയി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ച് ഈ MEC7 എന്ന് പറയുന്നത് മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതാണ് 7 എന്ന് പറയുന്നത് 7 തരം എക്സർസൈസ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ യോജിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു വ്യായാമ രീതിയാണ്. അതില് കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും സ്ത്രീകളും എല്ലാം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനൊരു വ്യായാമ കൂട്ടായ്മ 2012 കാലഘട്ടത്തില് മലപ്പുറത്ത് കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു റിട്ടയർ ചെയ്ത അർദ്ധസൈനിക ഭടനാണ് അത് ആരംഭിച്ചത്. അയാളെ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു സംഘമാണിതെന്നാണ് ഇത് അവരെ പറയുന്ന അവരുടേതായ പ്രചരണം. തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ 2022 നിരോധിക്കപ്പെട്ട സംഘടന, അതിലെ അംഗങ്ങളുടെ ആശയം അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ ചിലപ്പം ബോധപൂർവം ഇങ്ങനെ ഒരു രീതിയിലേക്ക്, സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഒരു സ്വീകാര്യത നേടിക്കൊണ്ട് അതിന്റെ പിന്നിൽ തീവ്രമായ മനസ്ഥിതിയുള്ള ആളുകളും അതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ അവരൊക്കെ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട മത സംഘടനകള് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മത പണ്ഡിതന്മാര് ഇവരൊക്കെ അതിനോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽ പെടുകയോ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് ഇതിൽ മനസ്സിലാക്കാം, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഇന്റലിജൻസ് സംവിധാനം ശക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ആ 2 ഏജൻസികൾക്കും ഇതിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്, ഇതിന് ചരട് വലിക്കുന്നത്, ഇതിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ നമ്മളിപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് വന്നതാണെന്ന് കരുതാൻ സാധിക്കില്ല. പക്ഷെ 2012 കഴിഞ്ഞു. അതിനുശേഷം കുറച്ചു കാലം അത് ചെറിയൊരു പ്രദേശത്തെ ഒരു വ്യായാമ കൂട്ടായ്മയായിട്ടാണ് തുടർന്നത്. പക്ഷെ 2022 കോവിഡിന് ശേഷം ഇത് വിപുലീകരിക്കപ്പെട്ടു. മലപ്പുറത്ത് തന്നെ 70-ലധികം യൂണിറ്റുകൾ ഉള്ളതായും കോഴിക്കോട് 40ഓളം യൂണിറ്റുകൾ ഉള്ളതായും കേരളത്തിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും മറ്റ് ചില വിദേശ രാജ്യങ്ങളും ഉൾപ്പെടെ 1000-ലധികം യൂണിറ്റുകൾ ഇപ്പൊ പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതൊരു എക്സർസൈസ്, അതായത് എന്താണ്, ഈ ഉണ്ടാകാവുന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, അല്ലെങ്കിൽ പ്രമേഹം, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് അതിനെ അതിജീവിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസ് കൂട്ടായ്മയാണ് ഇത് എന്നുള്ള രീതിയിലാണ് നാട്ടിലോ ജനങ്ങളുടെ ഇടയിലോ അത് പ്രചരിപ്പിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ കരുതിയാൽ പോലും
പിന്നീട് ഇതിന്റെ ഉള്ളിലേക്ക് മറ്റ് ഉദ്ദേശ സാധ്യങ്ങളോ അല്ലെങ്കിൽ ഉദ്ദേശ സാധ്യതകൾ ഉള്ള ആളുകൾ പ്രവേശിക്കുകയും അവർ ഈ കൂട്ടായ്മയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പൊതുജനത്തെ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അതിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ആ വ്യായാമ കൂട്ടായ്മയെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ട സാഹചര്യമായിരിക്കാം. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഇതിനെ അണ്ടർ കവറായി ഉപയോഗിക്കുന്നോ എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് റിട്ടയർഡ് SP KM ആന്റണി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാഹിറിലേക്ക് പോവുകയാണ്. ഷാക്കിർ, നേരത്തെ 2 തവണ അങ്ങയിലേക്ക് എത്താൻ ശ്രമിച്ചു, പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ടെലിഫോൺ ലൈനിലാണ് CK ഷാക്കിർ ചേരുന്നത്. CK ഷാക്കിർ, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? സുന്നി AP വിഭാഗം ഇതിനെതിരെ വലിയ രീതിയിൽ അമർഷവുമായി രംഗത്ത് വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കളിയാണ് ഇതിൽ ആരും വീണു പോകരുതെന്ന മുന്നറിയിപ്പ് സുന്നി വിഭാഗത്തിന് നൽകുകയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഒപ്പം CPM-ഉം ഈ MEC-7-നെ തള്ളിപ്പറയുന്ന സാഹചര്യം, അതിൽ വളരെ കൃത്യമായ ഗുരുതരമായ എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം? ക്ഷമിക്കണം, എന്തോ സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണ് ടെലിഫോണിൽ വരേണ്ടി വന്നത്. അതായത് എനിക്ക് ആദ്യം പറയാനുള്ളത്, പിന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഈ 3 അതിഥികളും ശ്രീ നീലിമയും, നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ നമ്മളതിന് സൗകര്യം ചെയ്തു തരാം, ഈ MEC-7 നടക്കുന്ന സ്ഥലത്തൊന്ന് വരാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ നേരിട്ട് കാണും എന്തടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ പിറകിലേക്ക് ഈ നല്ലൊരു സംരംഭത്തെ നിങ്ങൾ ചാർത്തി കൊടുക്കുന്നത്. RSSന്റെ കോഴിക്കോട് ജില്ലയിലെ പുതിയ കാര്യവാഹകർ ഷാക്കിർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജനം ടിവിയോ BJP-യോ പറഞ്ഞതല്ല. ഇത് CPM-ന്റെയും സുന്നി AP വിഭാഗത്തിന്റെയും ആശങ്കയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്കൊരു റോളുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പൊ കോഴിക്കോട് ജില്ല RSSന്റെ പുതിയ കാര്യവാഹകർ ശ്രീ P മോഹനൻ, അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിന്റെ കേരളത്തിലെ കാര്യവാഹകർ പിണറായി വിജയനും ഇവര് നടത്തുന്ന തോന്നിവാസങ്ങൾ, ആ തോന്നിവാസത്തിന് കേരളത്തെ കട്ടുപിടിക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ വിഭാഗീയതയും തർക്കവും ഉണ്ടാക്കാൻ വേണ്ടി പുതിയ പുതിയ വിഷയങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ MEC-7 എന്ന് പറയുന്നത്, ഞാൻ ആ MEC-7-ൽ പോകുന്നയാളാണ്. ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹിയാണ്. ഇതിൽ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട് ആക്കോടാണ്, എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആകെ കുറച്ച് 4-5 ദിവസം മാത്രമാണ് ട്രെയിനർമാർ വന്നിട്ടുള്ളത്. ആ ട്രെയിനറിൽ ഒരാളെ പേര് ഹരീഷ് എന്നാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹരീഷ് എന്ന ആള് ഒരു ഹൈന്ദവ സുഹൃത്താണ്. അദ്ദേഹം ഇതിൽ പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് എൻ്റെ ആക്കോട് എന്ന പ്രദേശത്ത് വന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം ട്രെയിൻ, മറ്റ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. 21 മിനിറ്റ് മാത്രമുള്ള ഒരു ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെ ബ്രീത്തിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയ വ്യായാമങ്ങൾ ഉൾപ്പെട്ട ഒരു പരിപാടിയെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇത് എവിടെയെങ്കിലും സ്വകാര്യമായി ചെയ്യുന്ന ഏർപ്പാടല്ല, റോഡിന്റെ സൈഡിൽ ഗ്രൗണ്ടുകളിലൊക്കെയാണ് നടക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആർക്കും ഞാൻ ശ്രീ നീലിമയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ്. ഒരു ദിവസം നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി ഈ പരിപാടി തുടങ്ങും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ നാട്ടിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനോ ഈ ആക്കോട് നടക്കുന്ന പരിപാടിയിലില്ല. ഇവിടെ CPM-കാരുണ്ട്, അതുപോലെ തന്നെ AP സുന്നിക്കാരുണ്ട്, മറ്റ് EK സുന്നിക്കാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാവരുമുണ്ട്. ഇത് വളരെ നല്ല സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഒരു ആരോഗ്യകരമായ സംഗതിക്ക് ഒരാൾ മുൻകൈ വന്നപ്പോൾ, ഈ സത്യത്തിൽ ഈ സലാഹുദ്ദീൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 16-17 കിലോമീറ്റർ ദൂരമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, ഒരു തവണ ഫോൺ ചെയ്തിട്ട് പോലുമില്ല. മാത്രമേ ഒരു ഇന്റർഫിയറൻസും അങ്ങനെയുള്ള ഒരാളും മുകളിൽ നിന്നില്ലാത്തൊരു ഏർപ്പാടാണ് ഈ MEC-7 എന്ന് പറഞ്ഞാൽ. പിന്നെ BJP-യുടെ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷ സമുദായം ആരാണ്? നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ, അങ്ങ് അവിടെ സ്ഥിരമായി പോകുന്ന ഒരാളാണല്ലോ. ഈ MEC-7-ൽ പങ്കെടുക്കുന്ന ഈ വ്യായാമത്തിന് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ്? നമ്മളങ്ങനെ സമുദായം നോക്കി കണക്കെടുത്തിട്ടില്ല. കാരണം ഓരോ ഏരിയയിൽ, ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ പിന്നെ ഓരോ സ്ഥലത്തും ഭൂരിപക്ഷമുള്ള ആളുകൾ ഏത് വിഭാഗം അവർ വരും. ഇത് നിങ്ങൾ എല്ലാത്തിലും എന്തിനാണ് ജാതി കുത്തി കയറ്റുന്നത്? മതത്തിന്റെ പേരിലും ഇതിനെ ഒരു മനുഷ്യർ തമ്മിൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഇതാരാണ് ജാതി കുത്തി കയറ്റുന്നത് എന്ന് താങ്കൾ ചോദിച്ചു. സുന്നി AP വിഭാഗത്തിന്റെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇവിടെ കൊടുത്തതാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് MEC-7 പ്രവർത്തിക്കുന്നു? ഇത് മറ്റാരും ഉന്നയിച്ചതല്ല, സുന്നി വിഭാഗത്തിൽ നിന്നുയർന്ന ആശങ്കയാണ് ഷാക്കിർ. അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറയുന്നത്? അപ്പൊ P മോഹനനാണല്ലോ അപ്പൊ PFIന്റെ പേര് പറഞ്ഞത്. പേരോട് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല.
ഞാൻ നിങ്ങൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ റിട്ടയർഡ് SP ആന്റണി, അതുപോലെ തന്നെ BJPയുടെ സുഹൃത്ത് ശ്രീ നീലിമയും നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ ഒരു ദിവസം മലപ്പുറം, കോഴിക്കോട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരിക. ഉറപ്പാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഈ പരിപാടി ആരംഭിക്കും. ഒരു മനുഷ്യനും ഒരു ഉപദ്രവവും ഇല്ലാത്ത, എന്നാൽ സമൂഹത്തിന് വലിയ ആരോഗ്യപരമായ ഗുണം ലഭിക്കുന്ന ഒരു സംവിധാനത്തെ ഈ രീതിയിൽ വർഗീയമായി ചാപ്പക്കുത്തുന്നത് എന്തിനാണ്? പി മോഹനൻ, ഞാൻ കൃത്യമായി പറഞ്ഞു, RSSന്റെ പുതിയ കോഴിക്കോട് ജില്ലയിലെ കാര്യവാഹക്. ആ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിൽ അദ്ദേഹമായിരുന്നല്ലോ ഇതിന്റെ പിന്നിൽ. അതേപോലെ തന്നെ എല്ലാ വർഗീയതയും അഴിച്ചുവിടുന്നതിന് പിന്നിൽ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ RSSന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് ജനൻ TVയിൽ വെച്ചാണ്, ചർച്ചയിലാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ആളുകളെ വർഗീയത കുത്തിക്കയറ്റരുത്, ജാതിയും മതവും നോക്കരുത്. ഞാൻ സത്യസന്ധമായി പറയും, നിങ്ങൾ വന്നു നോക്ക്. ഇത് സ്വകാര്യമായി നടത്തുന്ന ഏർപ്പാടല്ല. ഇതിലൊരു പോപ്പുലർ ഫണ്ടുകാരനുമില്ല. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്വാധീനവുമില്ല. ഒരു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ആർമി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള സംഗതി നല്ലതാണെന്ന് തോന്നി എല്ലാ നാട്ടുകാരും ഏറ്റെടുക്കുന്നു. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു പഞ്ചായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 10ഓ 15ഓ സ്ഥലത്തുണ്ട്. ഇന്നൊരു സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ. ആളുകൾ ഇങ്ങനെ താല്പര്യത്തോടെ വരികയാണ്. ഒരു രാവിലെ തന്നെ മനുഷ്യന്മാർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ്. എന്തിനാ നിങ്ങൾ ഇത്ര ഭയങ്കര ഈ രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകുന്നത്? ശ്രീ റെജി ലൂക്കോസ് ഒക്കെ നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത്, അദ്ദേഹം വായിക്കുന്ന അല്ലെങ്കിൽ വിവരമുള്ള ആളുകളുടെ കൂട്ടത്തിലല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മോഹൻ മാസ്റ്ററോ അല്ലെങ്കിൽ പിണറായി വിജയനോ പറഞ്ഞതും അതുപോലെ SYS ഷാക്കിർ താങ്കൾ ആവർത്തിച്ച് പി മോഹനെ RSSന്റെ കാര്യവാഹ എന്ന്, ജില്ലാ കാര്യവാഹ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ മിണ്ടാതെ കേട്ടിരുന്നത് അതിന് കൃത്യമായ മറുപടി പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇതിൽ എന്തിനാണ് RSSനെ നിങ്ങൾ വലിച്ചിഴക്കുന്നത്? നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ സുന്നി AP വിഭാഗത്തിന്റെ, അതുപോലെ SYSന്റെ ആ ഭാഗത്തു നിന്നാണ് വളരെ കൃത്യമായി ഇതിനെതിരെ വിമർശനമുയർന്നത്. എന്തുകൊണ്ട് ഒരു മതവിഭാഗം, മുസ്ലിം മതവിഭാഗം മാത്രം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? മറ്റു വിഭാഗങ്ങളിലൊന്നും മറ്റു മേഖലകളിലൊന്നും നിങ്ങളുടെ സാന്നിധ്യമില്ല. അതാണ് ഷാക്കിർ, അതിനാണ് മറുപടി വേണ്ടത്.